ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ കുറേ ഉണ്ട് പഠിക്കാൻ. അതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട 3 ഇക്വേഷൻസ് ഉണ്ട്, കാണാതെ പഠിക്കേണ്ടതാണ്. ഒന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണെന്ന് ചോദിക്കും. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി? എയുടെ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കുക, പി ഓഫ് എ. അതിൻ്റെ കൂടെ ബിയുടെ പ്രോബബിലിറ്റി കൂട്ടുക, പി ഓഫ് ബി. ഇതിൻ്റെ അകത്ത് നിന്നും എ ഇൻ്റർസെക്ഷൻ ബിയുടെ, എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി കുറയ്ക്കുക. ഇതാണ് ആദ്യം പഠിക്കേണ്ട കാര്യം. കേട്ടല്ലോ? എന്താണ് പി ഓഫ് എയുടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഒരു എക്സാമ്പിളായിട്ട് വേറെ ഒരെണ്ണം എഴുതുവാണ് ഞാൻ. പി ഓഫ് ബി യൂണിയൻ സി, അല്ലെ ബി വേണ്ട, പി ഓഫ് സി യൂണിയൻ ഡി എന്ത് വരുമെന്നൊന്ന് പറഞ്ഞേ? പി ഓഫ് സി പ്ലസ് പി ഓഫ് ഡി മൈനസ് പി ഓഫ് സി ഇൻ്റർസെക്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2 ഇവൻറ്റുകൾ, ഇപ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ടെന്ന് വിചാരിച്ചു. ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുവാണ്. എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രം ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പി ഓഫ് എ ഇൻറ്റു ബി ചെയ്താൽ മതി. ഇതാണ് രണ്ടാമത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം. അപ്പോൾ രണ്ടാമത് ഇത്രേ ഉള്ളൂ. ഇത്രയും വലുതായിട്ടൊന്നും ഇപ്പം നിങ്ങൾ ആലോചിച്ച് പോകുന്ന കാര്യമില്ലേ, അത്ര ഒന്നും ആലോചിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. നമ്മൾ സി എന്നും ഡി എന്നും പറഞ്ഞ് 2 ആൾക്കാരെ എടുത്തു. അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് സി ഇൻ്റർസെക്ഷൻ ഡി കിട്ടാൻ പി ഓഫ് സിയും പി ഓഫ് ഡിയും കൂടി ഗുണിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. എന്താണ്? 2 എണ്ണം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത് 2ഉം കൂടി ഗുണിച്ചാൽ അവരുടെ ഇൻ്റർസെക്ഷൻ കിട്ടും. ഇത്രേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം കൂടി പഠിച്ചിരിക്കണം. അതായത് നമ്മളോട് ചോദിക്കും പി ഓഫ് എ എഴുതി ഇങ്ങനെ ഒരു വരയിട്ടിട്ട് ബി എത്രയാണെന്ന് ചോദിക്കും. പി ഓഫ് എ ഗിവൺ ബി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇതേ നോക്കിയോ, 2 ലെറ്ററുകളല്ലേ ഉള്ളത്, അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്ത് മേളിൽ എഴുതുക, എ ഇൻ്റർസെക്ഷൻ ബി. എയും ബിയും ആയതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി വേറൊരു കാര്യം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ തിരിച്ച് ബി ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതാം, കുഴപ്പമില്ല. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതിയാലും ബി ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതിയാലും ശരിയാണ്. ഇനി താഴെ വരേണ്ടത് എന്താണോ ഈ താഴെ കിടക്കുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഇതാണ് മൂന്നാമത് പഠിക്കേണ്ട കാര്യം. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പോൾ അതേ വേറൊരു എക്സാമ്പിൾ നോക്ക്. പി ഓഫ് സി ഗിവൺ ഡി, ഇതിൻ്റെ ആൻസർ എന്ത് വരും? പി ഓഫ് സി ഇൻ്റർസെക്ഷൻ ഡി ബൈ പി ഓഫ് താഴെയുള്ള ഡി. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പോൾ ഇത് മൂന്നും പഠിക്കാതെ സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് മൂന്നും പഠിക്കാതെ എന്താണ് നമ്മൾ പ്രോബബിലിറ്റിയിലേക്ക് പോകരുത്. കേട്ടല്ലോ? അപ്പോൾ തുടങ്ങാം. നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. ഗിവൺ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് എ ആൻഡ് ബി. എടാ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ ചോദ്യം നോക്കണ്ട. ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പി ഓഫ് എയും പി ഓഫ് ബിയും കൂടി ഗുണിച്ചാൽ പോരെ? ഇതല്ലേ നമ്മളിപ്പോൾ പഠിക്കാൻ പറഞ്ഞ കാര്യം. അപ്പോൾ ഇത് നമുക്ക് അറിയാം. ഇനി ചോദ്യം നോക്കിയോ. ഒന്നാമത്തെ ചോദ്യം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. നോക്ക്, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം. പി ഓഫ് എ ഈക്വൽ ടു 0.3, പി ഓഫ് ബി ഈക്വൽ ടു 0.6. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പി ഓഫ് എയും പി ഓഫ് ബിയും കൂടി ഗുണിച്ചാൽ മതി. പി ഓഫ് എ എത്രയാണ്? ദേ തന്നിട്ടുണ്ട് 0.3. പി ഓഫ് ബി എത്രയാണ്? ദേ തന്നിട്ടുണ്ട് 0.6. രണ്ടും കൂടി ഗുണിച്ചോ. സംശയമുള്ളവർ കാൽക്കുലേറ്ററിൽ ഗുണിച്ചോ. ആൻസർ ഇത് കിട്ടും, 0.18 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം നോക്ക്. ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി. ഇതേ നമ്മൾ പഠിച്ച വേറെ സാധനം. പി ഓഫ് എ ഗിവൺ ബി എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ. ഇത് രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എടുത്ത് മേളിൽ എഴുതുക, എ ഇൻ്റർസെക്ഷൻ ബി ബൈ താഴെയുള്ളത് എന്താണോ അത് താഴെ എഴുതുക, പി ഓഫ് ബി. നോക്ക്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വേണം. എടാ അതല്ലേ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, 0.18. അതങ്ങോട്ട് എഴുതുക, 0.18 ബൈ പി ഓഫ് ബി ഇതേ കിടക്കുന്നത് എത്രയാണ്? 0.6. ഇത് ഡിവൈഡ് ചെയ്യുക, കാൽക്കുലേറ്ററിൽ അടിക്കുക, ഇപ്പോൾ 0.3 എന്ന ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ.
സിമ്പിൾ പരിപാടി കേട്ടല്ലോ. ഇനിയൊരു ഉഡായിപ്പ് പരിപാടി പറഞ്ഞുതരാം. പ്രോബബിലിറ്റിയിൽ അല്ലെ ഇത് അവസാനം പറഞ്ഞുതരാം, ഇതുകൂടി ചെയ്തിട്ട് നോക്ക്. പി ഓഫ് എ തന്നു, എത്രയാണ്? പി ഓഫ് എ 0. ഇതാണല്ലോ ഇപ്പൊ ചെയ്തത്. ഇനി വേണ്ട, ഇതല്ലേ ചെയ്തത്, അപ്പൊ വേണ്ട. ഉഡായിപ്പ് പരിപാടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു. എടാ ഏത് ചോദ്യം വന്നാലും അതിൻ്റെ അകത്ത് എ ഇന്റർസെക്ഷൻ ബിയും പി ഓഫ് എ ഗിവൺ ബി ഒക്കെ കണ്ടുപിടിക്കാൻ ചോദ്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചോദ്യമാണെങ്കിൽ അറിയാവുന്ന ചോദ്യമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഒന്നും കിട്ടാത്ത ചോദ്യമാണെങ്കിലും ഇങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ 3 ഇക്വേഷൻസ് ഇല്ലേ, ഈ 3 ഇക്വേഷൻസ് അതിൻ്റെ അകത്തൊക്കെ എഴുതി അങ്ങോട്ട് വെച്ചോളാം. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിലും ചെയ്യാൻ അറിയാമെങ്കിലും ഈ 3 ഇക്വേഷൻ കൂടെ എഴുതി വെച്ചോളാം. അപ്പം തന്നെ കുറച്ച് മാർക്ക് കേട്ടല്ലോ. അപ്പോൾ പ്രോബബിലിറ്റി കൃത്യമായിട്ട് പഠിക്കുക.